ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം സുഹൃത്തുക്കളെ വളകാപ്പിന്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുള്ള സാധനങ്ങൾ, കുറേ ഷോപ്പിംഗ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണ. പൊങ്കാലുള്ള കലം, വിറക്, മൃദുലേക്കുള്ള അരി, മുല്ലപ്പൂ, ശർക്കര. വിറവുണ്ടാ? വിറവ് നമ്മൾ കല്യാണത്തിന് ഇറക്കിയുള്ള വിറവാണോ? അന്ന് ഇറക്കി വിറവ്. ആ വിറവ് വൈറ്റോങ്കാൽ ഉണ്ട് 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 പോകാൻ വേണ്ടി പോകണം. ആദ്യം പോയി അമ്മ വീട്ടിൽ പോയിട്ട് അമ്മമ്മ വീട്ടിൽ പോയിട്ട് എന്തൊരു എടുക്കാണ്ട്, അതെ അതെ, ഒരു കൊല എടുക്കാൻ വേണ്ടി നമ്മളോട് 500 രൂപ എണ്ണ അടിച്ചിട്ട് 300 രൂപ. സത്യം പറഞ്ഞ അമ്മാമ തിന്ന് ഈ തൊലിയും മറ്റേ പൂഞ്ഞും കാണും. ഈ വളകാപ്പ് എന്തിനാന്ന് അറിയാവോ നിങ്ങൾക്ക്? ഇതെങ്ങനെ നടത്തുന്നതെന്ന് അറിയാവോ? ഇതിന്റെ നിയമങ്ങളും ചട്ടവശങ്ങളും അറിയാമോ? കോടതി പോകാൻ പോകുന്ന അല്ല, എന്നാലും ഇതിന് കുറച്ച് ഇതൊക്കെ ഉണ്ട്, രീതികളൊക്കെ ഉണ്ട്. നീ പറ, എങ്ങനെയാണ് വളകാപ്പ് നടത്തുന്നത്? അല്ല അല്ല, അങ്ങനെ ഒരു പ്രസ്താവന ഇപ്പൊ നടത്തേണ്ട ആവശ്യമില്ല. അച്ഛാ, ഇതിനൊരു രീതികളില്ലേ? നീ ഒറ്റ ഇതിനൊരു നടത്തുന്ന രീതികളില്ലേ? അതാണ് രീതി എന്ന് പറയണത്. ഈ നിയമം എന്നാണ് പറഞ്ഞത്. നിയമം മീൻസ് ആ ഒരു ചട്ടം. ചട്ടം അല്ല, കറക്റ്റാണ്. ഇല്ല നീ പറ, എങ്ങനെയാ നടത്തുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതിപ്പോ 2 ഫംഗ്ഷനാണ് നമ്മൾ ഒരു ദിവസം നടത്താൻ പോകുന്നത്. പണ്ട് വൈറ്റോങ്കാല, ഇപ്പം വളകാപ്പ്. അത്ര ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഉള്ളാരും പറയാം, വൈറ്റോങ്കാലാണ്. ജസ്റ്റ് വൈറ്റോങ്കാല രാവിലെ അടിച്ച് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് പൊങ്കാലാണ്. വെളുപ്പാങ്കാലത്ത് നമ്മളൊക്കെ എണീക്കണം. ഇതാണ് പണ്ട് പോലെയുള്ള ചടങ്ങ്. ചിലര് ദൂരെയൊക്കെ അടുത്തുള്ളവർ അതിന് രാവിലെ വരും പൊങ്കാല ഇടാൻ സമയത്ത്. സൂര്യ എണീക്കുന്നതിന് മുമ്പ് വരാൻ പറഞ്ഞ കേട്ടോ. ഇല്ലെങ്കിൽ തലേന്ന് വന്നൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. പിന്നെ രണ്ടാമത് പിന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നിട്ട് പെണ്ണും ചെറുക്കനെയും അകത്തിരുത്തും. അവര് കൊണ്ടുവന്ന് പലഹാരം കൊടുത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണും ചെറുക്കനും. അതല്ലേ നമ്മൾ ഈ 4 മാസത്തിൽ ചെയ്തത്, 3 മാസത്തിൽ ചെയ്തത്. ഇനി കേട്ടില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നീ എന്തിനാ 3 മാസത്തിൽ തിന്നാ പിന്നെ പലഹാരം? എനിക്ക് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതിനകത്ത് തെറ്റുള്ളതെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിൽ എങ്ങനത്തെ രീതിയാണെന്ന് താഴെ കമന്റ് ചെയ്തു. നമ്മുടെ നാട്ടിലെ രീതിയാണ് പറയുന്നത്. തീർന്നു. പെണ്ണും ചെറുക്കനും ഇറങ്ങാനുള്ള സമയം അതൊക്കെ നേരമൊക്കെ നോക്കും. ഇത് നോക്കി നമ്മൾ നേരമൊക്കെ നോക്കിയല്ലോ. പിന്നെ ചെറുക്കന്റെ തള്ള ഒരു കുപ്പി എണ്ണയും പിന്നെ എന്തിനാ എണ്ണയും സോപ്പ് എന്തെങ്കിലും സോപ്പൊന്നുമില്ല, കൈ നിട്ടാ. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാ. എണ്ണ കൊടുക്കും, ഒരു കുപ്പി പൊട്ടുന്ന കുപ്പിക്കകത്താണ് കൊടുക്കുന്നത്. ഇത് കൊടുത്ത് വിടും. അപ്പോഴത്തേക്ക് നിമിത്തമായിട്ട് ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളല്ല, ഇതിന് മുന്നേ ഉള്ളവര് ചെയ്ത പൂർവികർ ചെയ്തു വെച്ച പരിപാടിയാണ്. ഇങ്ങനെയാണ് അത്. എന്തായാലും നിമിത്തം എനിക്കറിയാം. നിമിത്തം ഒരാള് ഇപ്പൊ നമ്മള് നിമിത്തം എന്ന് പറഞ്ഞ ആ ശനി അങ്ങോട്ട് മാറിയില്ലേ? ഇത് വൈറ്റ് പൊങ്കാല കേരളത്തിൽ നടക്കുന്ന ഫംഗ്ഷൻ. ഇനി വളകാപ്പ് തമിഴ്നാട്ടില് ജസ്റ്റ് ഇത് ചെറുക്കനും പെണ്ണി ഇരുത്തി ഒരു മാല ഇടും, പൂമാല. പെണ്ണിന് ഒരു പൂമാല ഇട്ട് ചന്ദനം തേക്കുന്നത്. ചിലര് ഇത് 9-ാം മാസം വള ഇടും. അപ്പൊ അത് വളകാപ്പായി. ഇപ്പൊ എന്താ ചിലര് ചെയ്യുന്നത് വെച്ചാൽ 7-ാം മാസം വൈറ്റ് പൊങ്കാല ചെയ്തിട്ട് 9-ാം മാസത്തിലായി വളകാപ്പ് ചെയ്യുന്നത്. നമ്മൾ ഇത് രണ്ടും കൂടെ 7-ാം മാസം ചെയ്യുക. എന്തരാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഗൈസ്, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് 7 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളകാപ്പും കാര്യങ്ങളും ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വളകാപ്പിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോകാട്ടോ. നമുക്കറിയാം, ഈ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണമല്ല നമുക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരുന്ന ആഗ്നെ, പിമ്പിൾസ് ഒക്കെ. അതിനൊക്കെ സൊല്യൂഷനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആട്ടോ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് കിറ്റ്. ഇതിൽ 3 പ്രോഡക്റ്റ്സ് ആണ് വരുന്നത്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് ആണ്. സെക്കൻഡ് വരുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് പാക്കും. തേർഡ് വരുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറോ ആണ്. പിന്നെ ഈ കിറ്റിൽ വരുന്നത് ഈ 3 പ്രോഡക്ട്സ് ഇട്ട് വെക്കാൻ വേണ്ടി നല്ലൊരു ജൂട്ട് ബാഗ് ആട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടും ഡെഡ് സ്കിൻ സെൽസും പിന്നെ നമുക്ക് വരുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും ഒക്കെയാണ് നമ്മുടെ സ്കിന്നിനെ ഡൾ ആക്കുന്നത്. ഇതിലൊക്കെ മെയിൻ വില്ലൻ എന്ന് പറയുന്ന ഡാർക്ക് സ്പോട്ട് തന്നെയല്ല. ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ആഗ്നയൊക്കെ വന്നിട്ട് പോയാലും അതിന്റെ ആ ഒരു പാട് ചിലപ്പോൾ മാസങ്ങളോളോ വർഷങ്ങളോളോ നിൽക്കും. അത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു സ്കിൻ പോർഷനേക്കാളും നല്ല ഡാർക്ക് ആയിരിക്കും അല്ലേ. ഡാർക്ക് സ്പോട്ട് മാത്രമല്ല കേട്ടോ കാരണം. ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. നമുക്ക് പ്രഗ്നൻസിനും മെനോപോസിനും പിന്നെ വരുന്ന കുറച്ച് മെഡിക്കേഷൻസിനും ഒക്കെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം ഡാർക്ക് സ്പോട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ കിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാം. നമ്മുടെ കിറ്റിലെ ഈ 3 പ്രോഡക്ട്സ് ഉണ്ടാക്കിയേക്കുന്നത് സെറസ ടർമറിക് ഉപയോഗിച്ചാണ്. കൂടാതെ ഇത് സയൻസിന്റെയും നേച്ചറിന്റെയും ബെസ്റ്റ് കോമ്പിനേഷനും ആണ്. ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് ആണ്. ഇത് നമ്മുടെ ഫേസിൽ ജെന്റലി മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് സോപ്പ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഓർഗാനിക്കലി സോഴ്സ് ടർമറിക് ഉപയോഗിച്ചാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്.
ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് പാക്ക് ആണ്. ഇത് ഹസൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പാക്കിനേക്കാളും മാസ്കിനേക്കാളും എന്തുകൊണ്ടും കൺവീനിയന്റ് ഈ ഒരു പാക്ക് തന്നെയാണ്. ഈ ഒരു ഫേസ് പാക്കിൽ അടങ്ങിയിരിക്കുന്നത് കോൾഡ് പ്രസ് ടർമറിക് എക്സ്ട്രാക്ട് ആണ്. അതുപോലെ തന്നെ ഇത് നോ സ്റ്റെയിനിങ്ങും ആണ്. ഇത് നമുക്ക് വീക്കിലി ട്വൈസ് യൂസ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് വരുന്ന ഈ കിറ്റിലെ ഏറ്റവും സ്റ്റാർ പ്രോഡക്റ്റ് ആയ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് 100x ടർമറിക് എക്സ്ട്രാക്റ്റും 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനാമിഡും ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടിനെയും പിഗ്മെന്റേഷനെയും ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ഒരു നാച്ചുറൽ ഗ്ലോ നൽകാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ഈ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് കിറ്റ് മേഡ് ചെയ്തേക്കുന്ന റീസൈക്കിൾഡ് ആയിട്ടുള്ള പ്ലാന്റ് ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാട്ടോ. കൂടാതെ ഈ പ്രോഡക്റ്റിന് ആമസോണിൽ എക്സൈറ്റിംഗ് ലോഞ്ച് ഓഫറായ 30% ഓഫ് ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം മൃദുലയ്ക്ക് ഇതേ 7ാം മാസത്തിൽ നമ്മളെ വളകാപ്പിനുള്ള ജൂവലറി ഐറ്റംസ് ഇതേ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അന്ന് നമ്മൾ ഇതല്ലേ കല്യാണത്തിനുള്ള സാരി അല്ലേ കൊടുക്കുന്നേ അല്ലേ? മീൻ വെട്ടുന്ന കത്തിയൊക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ട്. മീൻ കിട്ടുന്ന കത്രിക ഉപ്പ കത്രിക പരിഷ്കാരം. Let your beauty radiate with our elegant unique pieces. May all your functions go well. Wish you a very happy delivery with a healthy baby. താങ്ക് യു. ഇത് കൊള്ളാം. സരസ്വതിയൊക്കെ ഉണ്ട്. ഓടേ ഈ സാധനം കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് സരസ്വതി ദേവിയാണോ? സരസ്വതിയാണോ ദേവിയാണോ? പുറത്തെടുത്താണിത്. ഈ സാധനം അത്യാവശ്യം ഹെവി ആട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതൊന്നും ഇട്ടോണ്ടേ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ എന്റെ എടുത്തിട്ട് ആട്ടുകുട്ടിക്ക് മണി കിട്ടില്ല നമ്മളതാണ് മണിച്ചിയായിട്ടും കിട്ടില്ലേ? അതുകൂടി ഇട്ടിട്ട് പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എടി ഇത് ഇട്ടാ മതി കേട്ടോ. എല്ലാം ഇട്ടാ ബോറാവും. ഇവിടെ എന്തെങ്കിലും വേണം. നെക്ലേസ് ഇത് ഫുൾ സെറ്റ് ആയിട്ടുള്ള ഇടാനായിട്ടില്ലേ? വളകാപ്പിന് മൃദുല ചെത്തും ഗൈസ്. മേക്കപ്പ് സെൽഫ് മേക്കപ്പ് ആണോ ആളുണ്ടോ? ആളുണ്ടോ? എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണണ്ടേ? ഇത്രയുള്ള ഐറ്റം ഇതിന്റെ നടുക്ക് ഇത് വരും. അയ്യോ അമ്മയ്ക്കൊന്നും ഇല്ല. അപ്പം അയ്യോ എന്റെ അമ്മയ്ക്ക് ചെറിയ ആന്തരമ്മ നെറ്റിപ്പൊട്ടോ സ്റ്റോക്കറാ. സരസ്വതി ദേവി മണിച്ചിയാട് സരസ്വതി ദേവി. ഇത് മറ്റേ വളകാപ്പിനിടാൻ മൃദുലയുടെ എഴുതി കിടക്കുന്ന നോക്ക്, കൊള്ളാമോ? അത് പിടിച്ചു നോക്കും, നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതെ, ജൂവലറി സെറ്റ്, നമ്മുടെ വളകാപ്പിനുള്ള ജൂവലറി സെറ്റ്. അമ്മ ഇടുമ്പോ എനിക്ക് അവന്മാരുടെ ഞാൻ ഇടുമ്പോ അതെ ഇവിടെ വെച്ചിട്ട് ഒരു ആണി അടിക്കണം, എന്നാലേ ഇരിക്കും. ഇതൊന്നും ചേരൂല. എനിക്ക് തോന്നണ നിങ്ങൾ ചേരില്ല. അതെ എവിടെ സാരി എടുത്തണ്ടാ? നൈറ്റി ആയണ്ട. അച്ഛൻ എന്തെങ്കിലും ഉണ്ടോ? അച്ഛനുണ്ടോ? ഒരു അരിഞ്ഞാണം ഉണ്ട്, വേണോ? മൃദുലയ്ക്ക് പോയിട്ട് മുല്ലപ്പൂ അവിടെ ഒരു DTDC സെന്ററിൽ ഇരിപ്പുണ്ട്. അത് പോയി മുല്ലപ്പൂ കൊടുക്കണം. അത് കഴിഞ്ഞ് വള വാങ്ങണം. മുല്ലപ്പൂ വരുന്നത് ഓൺലൈനായപ്പോ ഓൺലൈനിൽ പൂക്കുന്ന മുല്ലപ്പൂ പ്ലാസ്റ്റിക് ആണ്. അല്ല ആർട്ടിഫിഷ്യൽ മീൻസ് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അവർക്ക് അത് മതി. ഇന്നലെ വണ്ടി ഓടിച്ചപ്പോ അച്ഛന്റെ തല വെച്ച് മടങ്ങിയായിരുന്നു. അച്ഛനാണെങ്കിൽ മേല് പോയിട്ട് താഴെ വന്ന് എന്ന് പറയാ. താറിന്റെ ബാക്കി ഇരിക്കുക, ആർക്കും വയ്യ, ഫ്രണ്ട് ഇരിക്കണം. അപ്പൊ എന്തായാലും മൃദുല ഫ്രണ്ട് അപ്പൊ കേറ് വണ്ടി തിരിച്ചു വരുമ്പോ എടുത്തോളാം. അച്ഛൻ ഇപ്പൊ ഇടാ അങ്ങോട്ട്. ഷടാ എട്
എന്തൊരു പാട്. വണ്ടി കാര്യം ഈ വളകാപ്പിന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായാവല്ലോ. ആ അച്ഛൻ പറഞ്ഞായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. പണ്ട് മതി ബാബു. മുഖം പോലും ക്യാമറ നോക്കാൻ വയ്യ. ഞാൻ പുതിയ കഥ പറയാം. അതിന്റെ ബാക്കിലാണ് പോയി കയറി പോ. അടുപ്പിക്കൽ നമ്മള് വൈറ്റമിൻ ഡി കൊള്ളുക. വൈറ്റമിൻ ഡി കൊള്ളൂടെ നമ്മള്. എടാ കൊച്ചു നിന്റെ കോസ്റ്റ്യൂം എന്തുവാ? എന്റെ മുണ്ടി ഷർട്ടും ആ അത് മതിയാ? എടാ നമ്മളെല്ലാരും എന്ന് കല്യാണത്തിന് എടുത്ത ഡ്രസ്സാണ് ഇടുന്ന. അതാണോ? മഞ്ഞയുണ്ട്, ചുമപ്പുണ്ട്, കറുപ്പുണ്ട്. ഇത് കുറച്ചും കൂടി നല്ല ചുമപ്പ്. ഇത് കേറൂലേ? ഇത് കേറും. ഇതിലിവിടെ വള കളർഫുൾ ആയിട്ടുള്ള ഓരോന്ന് 6 ചെയ്തെടുത്തോണ്ടിരിക്കുന്നു. ഒരെണ്ണം എന്റെ കയ്യും താഴെ പോയി വീണ് പൊട്ടി കഴിച്ചു. വളകാപ്പിനിടെ ഒരു ചെരുപ്പും കൂടി നോക്കുന്ന കേട്ടോ. ഇത് കൊള്ളാം ഇല്ലേ അമ്മ മുണ്ടിലൂടെ? നമുക്ക് താറിൽ പോയാൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം. അല്ലേ വെച്ചു? സുഖമായിട്ട് കിടക്കാം അല്ലേ? ഇരിക്കുന്നതിനെക്കാട്ടി നല്ല കിടക്കുന്നേ. ഓഫ് റോഡ് ചെയ്യണ്ടേ? ഓഫ് റോഡ് പോകണം. സാഹചര്യങ്ങൾ പറ്റുന്നില്ല. ജീവിത പ്രാരാബ്ദങ്ങൾ കാരണം ഓഫ് റോഡിന് പോകാൻ പറ്റുന്നില്ല. അയ്യോ അമ്മ എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് പേടിയാവുന്നു. നമ്മളെ പ്രേമലു സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, 10,000 രൂപയ്ക്ക് പശുവിനെ വാങ്ങിച്ചാൽ 20,000 രൂപയ്ക്ക് വളർത്തിയിട്ട് 10,000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ബിസിനസ്. ആ ഒരു ബിസിനസ് ആണ് ഇത്. അതൊരു ബിസിനസ് അല്ലല്ലോ, ഒരു സ്നേഹബന്ധം കൈമാറുന്ന ഇതല്ലേ? അതെ അതെ അതെ. വാഴക്കുല കൊടുത്ത്. അതെ. നാളെ ഇനി സമയമില്ല ഒന്നിനും. നാളെയാണോ? നാളെ ഞാൻ മൈലാഞ്ചിയുടെ ആള് ഓ നാളെ മൃദുലയ്ക്ക് മൈലാഞ്ചി ഇടാൻ വരും. അത് എനിക്ക് മാത്രമല്ല അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കുമുണ്ടോ? അടിപൊളി. അപ്പൊ നാളെ നമുക്ക് അപ്പൊ നാളത്തെ കിച്ചൺ ഡ്യൂട്ടി ഞാനും അച്ഛനും കൊച്ചുമാണ്. അച്ഛന് ജോലിക്ക് പോണോ വെച്ചാ? അച്ഛൻ പണി നിർത്തി. അപ്പൊ ഓക്കെ, അച്ഛൻ ഇനി പൊങ്കാല കഴിഞ്ഞേ ജോലിക്ക് പോകുന്നുള്ളൂ. അപ്പൊ നാളത്തെ ജോലി നമ്മൾ 3 പേരുമാണ്. നാളത്തെ വീഡിയോയിൽ അത് കാണാൻ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ നാളെ ഇവർ റെസ്റ്റ് ആണ്. ഇവർക്ക് നാളെ മൈലാഞ്ചി ഇടുന്നുണ്ട്, ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫുൾ കിച്ചൺ ഡ്യൂട്ടി ആൻഡ് ഓൾറൗണ്ടർ ഈസ് വി ആർ അണ്ടർടേക്കർ. ഞാൻ പറയാൻ തുടങ്ങിയത്. ഹേ ഗായ്സ്, അപ്പോൾ ഈ കാണുന്ന ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള റീലും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കുറേ നാളായി ഫിഷിംഗ് ഒക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പുറത്ത് വാങ്ങിച്ചാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി. അതിൻ്റെ അച്ഛൻ റീൽ അതിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ പേരൊന്നും എനിക്കും അറിയത്തില്ല, സംഭവം എന്തുവാന്ന്. ഓരോ ദിവസമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അത് കഴിഞ്ഞ് ഇത് വാങ്ങിച്ചിട്ട് അച്ഛനും ഒരെണ്ണം വാങ്ങി കേട്ടോ. അച്ഛനും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയി അടുത്തുള്ളൊരു ആറ്റിലാണ്ട് പോയി നമ്മളൊന്ന് ട്രയൽ ചെയ്തൊക്കെ നോക്കുവാണ്, പഠിച്ചൊക്കെ നോക്കി. അപ്പോൾ സത്യം പറഞ്ഞ് ഇതും കൂടി നമ്മുടെ താറിനകത്ത് വണ്ടിക്കകത്ത് ഇത് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളെ റീലും സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ അമ്മ വീട്ടിലോട്ട് പോകുന്നത്. കാരണം അവിടെ കുറച്ച് തോടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ഇപ്പോൾ നമ്മളത് ട്രയൽ ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമായിട്ട് നമുക്കിത് അറിയത്തില്ലല്ലോ. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര നേക്കുണ്ട് കൈസ്. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഈ ചേട്ടനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. നമ്മളിതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അമ്മമ്മ എത്തിയില്ല. അതാണ് വയലിൻ്റെ അവിടെ എത്തി. എങ്ങനെയുണ്ട് നമ്മളെ ബാക്കിയിരുന്ന് പറ്റൂല കേട്ടോ. എവിടെ വലിയ ദൂരെ യാത്ര കഴിഞ്ഞ കണക്കൊരു തോന്നല്. ഭയങ്കര മോശം സസ്പെൻഷനാണ്. ബാക്കിൽ ഊപ്പാട് വരും കൈസ്. അവിടെ മീൻ കൊണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് മാനത്തണ്ണി കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എനിക്ക്? അതിനെങ്കിലും ഒന്ന് പിടിച്ച് കാണിച്ചാണ്. സാറിനകത്ത് ചൂണ്ട അടപ്പുണ്ട് കേട്ടാ. എവിടെ പോയാലും ചൂണ്ട കണ്ടോണം. ചൂണ്ട കാശ് കൊടുത്തത് വാങ്ങിച്ചിട്ട് ഒരു മീനെങ്കിലും പിടിച്ചില്ലെങ്കിൽ ഇവർക്ക് പുച്ഛം കൈസ്. നമ്മുടെ അടുത്ത് പുച്ഛം. ഇവിടെ കാണാൻ സാധ്യത ഉണ്ട് കേട്ടോ. അമ്മ കൊല കൊണ്ടുവരുന്നു. കൊല എത്തി. കൊല നശിപ്പിച്ച് നല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. എന്റെ കയ്യിൽ ഫോൺ എടുക്കുന്നുണ്ട്. അത് എനിക്ക് വേണ്ട. ചോയില്ലേ എനിക്ക് ഒരു കൊച്ചുനേരം ഉറങ്ങിയിരിക്കുന്ന. ഊഫ്, നിന്റെ സ്ഥലമണ്ടയിൽ സൂര്യ. നമ്മള് ചുമ്മാ പിടിക്കാൻ വന്നു കേട്ടോ. ഫസ്റ്റ് മീനടെ അച്ഛന്റെ അച്ഛാ നമ്മളെ ചൂണ്ടയിൽ ആയത് മീന. ചെറിയ മീനാണ്, പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷയിൽ അടിക്കുന്നു കേട്ടാ. ഇട്ടപ്പോഴേ കൊത്തലുണ്ടായിരുന്നില്ലേ അച്ഛാ? അപ്പൊ നമ്മുടെ ആദ്യത്തെ മീൻ നമ്മൾ പിടിച്ചിരിക്കുന്നു അമ്മ വീട്ടിൽ നിന്ന്. ഇത് ഏത് മീനാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അത് കമന്റ് ചെയ്യും. നിങ്ങൾ കമന്റ് ചെയ്യും സുഹൃത്തുക്കളെ. ഞാൻ പോയി പണ്ടെടുത്തോട്ടെ. പോലെ ഇങ്ങോട്ട് വെച്ചിട്ടാണ്.
കുഞ്ഞു മീനാ പക്ഷേ നടുവിൽ മുള്ളുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് മീൻ അത് അച്ഛന്റെ ചൂണ്ടയടാ. 5000 രൂപ അതാ 5000 രൂപയുടെ ചൂണ്ടയായിരുന്നു കേട്ടോ. നമ്മുടെ അച്ഛന്റെ 1500 രൂപയുടെ ചൂണ്ടയായിരുന്നു. അപ്പൊ ഗൈസ് വിലയിലൊന്നും ഒരു കാര്യമില്ല. മീൻ അറിയത്തില്ല കൂടിയ ചൂണ്ടയാണോ കുറഞ്ഞ ചൂണ്ടയാണോ ഇല്ലേച്ചാ. ഞാൻ വാങ്ങിച്ചപ്പോഴേ പറഞ്ഞില്ല അച്ഛന്റെ ചൂണ്ടയിലായിരിക്കും ആദ്യത്തെ മീൻ അടിക്കുന്നത്. കണ്ട മീൻ കണ്ട അതേണ്ടേ അടിച്ച് അച്ഛന്റെ ചൂണ്ടയില് ഇത് പൊരിക്കാൻ നല്ലതായോ? ഈ മീൻ ഒരു കൂട്ടും വന്നില്ല കേട്ടോ. അയ്യോ കൊച്ചുനെ മഞ്ഞ ചുറ്റും മഞ്ഞ ഫുള്ള് മഞ്ഞേ. നമ്മുടെ കൊലയും സാധനങ്ങളും എല്ലാം കയറ്റിയിട്ടുണ്ട്, ചൂണ്ടയെല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പോവാം പോട്ടാ വരാ ബൈ. അതെ കട അടച്ച കട നമ്മള് തുറപ്പിക്കുകയാണ്. അയ്യോ പൊടി നാടിരിക്കുന്നു. ഇത്രയും ഇതാണോ? പൊങ്ങണ്ടേ അമ്മ കത്തിച്ച് ഊപ്പാട് വരും തിളച്ച് 2 കിലോ അരി ഇട്ട് വെക്കട്ടോ പൈസ. ഇത് തിളച്ച് പൊങ്ങുന്നുണ്ട് കേട്ടോ. പൊങ്കാല അങ്ങ് അടിക്കാടി നമുക്ക്. ഗൈസ് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പിന്നെ നാളെ മുതലേക്ക് മൈലാഞ്ചി ഇടാനൊക്കെ ആള് വരും. അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോ, നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളിത് രാത്രി വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കരയിൽ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാണ്ടേ കരയില് മീൻ പിടിക്കുന്ന വലിയ മീനെ കൊണ്ട് വരുമെന്ന് പറഞ്ഞവരാ. മീൻ വരുന്നതാ. അത് മീനാണ് കണ്ട കണ്ട അച്ഛന്റെ മീൻ കണ്ട മിനുക്ക് മീൻ കണ്ട കൈസ് മിനുക്ക് മീൻ. ഇന്ന് ട്രയൽ ആയിരുന്നു. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, എങ്ങനെ ഇടുന്നത്, കറക്കുന്നതൊക്കെ പഠിച്ചു. അത് വിട്, ഈ നൂല് വിട്, കയ്യിൽ നിന്ന് വിട്.